ഹലോ. ഇന്ന് ഞാനും അമ്മയായിട്ടൊരു കുഞ്ഞ് ഷോപ്പിങ്ങിന് പോവുകയാണേ. ഇപ്പം ഏറെക്കുറെ ഒരു 11 മണിയൊക്കെ ആയി. അപ്പോൾ നമ്മൾ ആദ്യം അമ്മയ്ക്ക് സാരി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ സാരി വാങ്ങിക്കുന്ന അവിടെയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതിനുശേഷം ബ്ലൗസ് സെക്ഷനിലോട്ട് മെറ്റീരിയൽ സെക്ഷനിലോട്ട് കയറിയപ്പോഴാണ് ഈ ക്രിസ്മസിൻ്റെ കുറേ കളക്ഷൻസൊക്കെ വന്നിരിക്കുന്നത് കണ്ട്. പിന്നെ അല്ലാതെയും വേറെ കോട്ടൺ തുണികളൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും വെറുതെ ഒന്ന് എടുത്തു വെച്ചതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തൊരു ഷോപ്പിലൊക്കെ കയറി ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. എനിക്ക് നല്ല പേടിയുണ്ട്, ഇനി അവരെങ്ങാനും പിടിച്ചിടിക്കുമോ. ഇനി നമ്മൾ ചോദിച്ചിട്ട് അനുവാദമൊക്കെ ചോദിച്ചിട്ടാണ് സത്യത്തിൽ എടുക്കേണ്ടത്. പക്ഷേ നമ്മൾ ചോദിക്കുമ്പോൾ ഇനി അവർക്ക് ഡിമാൻഡ് കൂടുവാണെങ്കിൽ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാനങ്ങ് എടുത്തു. അപ്പോൾ ഇങ്ങനെ കുറേ മെറ്റീരിയൽസ് അജ്രക്ക് കോട്ടണ് അല്ലെങ്കിൽ അജ്രക്ക് പ്രിൻ്റുള്ള വേറെ മെറ്റീരിയൽ ടൈപ്പൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ബ്ലൗസിൻ്റെ തുണി വാങ്ങാനാണ് മെയിനായിട്ട് നമ്മൾ ഇവിടെ കയറിയത്. അപ്പോൾ അതും ഇങ്ങനെ നോക്കി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സെലക്ട് ചെയ്തായിരുന്നു ഈ ഒരു മെറൂൺ കളർ മെറ്റീരിയലും പിന്നെ ഒരു ഹക്കോബ മെറ്റീരിയലും കൂടെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേറെ ഇങ്ങനെ നോക്കിയെടുക്കായിരുന്നു കേട്ടോ. എനിക്കൊരു മെറ്റീരിയൽ വാങ്ങണമെന്നൊക്കെ ഇങ്ങനെ ആഗ്രഹം തോന്നി. പക്ഷേ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ടൈപ്പൊന്നും അവിടെ ഇല്ലായിരുന്നു. വേറെ എന്തൊക്കെയൊക്കെയോ ഇരിപ്പുണ്ട്, പക്ഷേ അത് ഞാൻ ഉദ്ദേശിച്ച് വന്നൊരു ടൈപ്പ് തുണി അവിടെ കണ്ടില്ല. അതുകൊണ്ട് പിന്നെ എനിക്കുള്ള മൂഡും കൂടെ പോയി. പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് നോക്കിയായിരുന്നു. പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെരുപ്പിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇവിടെ വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് മിസ് ചെയ്ത ഒരാളുണ്ട്, എൻ്റെ ചങ്ക് കൂട്ടുകാരി രാജി. ഞാനും രാജിയായിട്ട് ഈ ഷോപ്പിൽ എത്ര തവണ വന്നിട്ടുണ്ടോ ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. അഥവാ വന്നാൽ തന്നെ അവേഴ്സ് ആൻഡ് അവേഴ്സ് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയലാണ് നമ്മുടെ മെയിൻ പണി. കാര്യം അവളാണെങ്കിൽ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ചൂസ് ചെയ്യുന്നത്. ഇത്രയും ചെരുപ്പുള്ളപ്പം സ്വാഭാവികം ചൂസ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. പിന്നെ അവളെല്ലാം നോക്കും, ക്വാളിറ്റി എല്ലാം നോക്കി ചെക്ക് ചെയ്ത് മണിക്കൂറുകളോളമാണ് അവൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് അവിടെ നിൽക്കുന്നത്. അവസാനം ഞാൻ അവളെ വരട്ടാറുണ്ട്, നീ വരുന്നോ ഇല്ലയോ. കാര്യം നിന്ന് നമ്മുടെ അടപ്പിളകും. ആ രീതി എത്തിയാൽ ഇവൾ അനങ്ങത്തില്ല. അവസാനം പിന്നെ ചില സമയത്ത് കൺഫ്യൂഷൻ കാരണം വാങ്ങാതെ ഇറങ്ങി വന്നിട്ടുണ്ട്, വാങ്ങിയിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അവളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ചെരുപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഉച്ചരയൊക്കെ ആയി, വിശപ്പ് തുടങ്ങി. അപ്പോൾ നമ്മൾ അടുത്തുള്ളൊരു വെജിറ്റേറിയൻ ഹോട്ടലിലോട്ട് കയറി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അമ്മ ഉച്ച സമയമായതുകൊണ്ട് ഊണ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ചോറും അച്ചാറും അങ്ങനെ 3-4 കറിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. 3-4-5 കറിയൊക്കെ ഉണ്ട്, പപ്പടം, പരിപ്പ് കറി, പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു, അടപ്പായസം, പിന്നെ തൈര്, അങ്ങനെ എന്തൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അമ്മ ഊണാണ് പറഞ്ഞത്. ഞാൻ പക്ഷേ ഊണല്ല, ഞാൻ മസാല ദോശയാണ് പറഞ്ഞത്. എനിക്ക് മസാല ദോശ കഴിക്കാനൊരാഗ്രഹം. അങ്ങനെ മസാല ദോശ കഴിച്ചു. പക്ഷേ ഇന്ന് എന്തോ എൻ്റെ ഭാഗ്യത്തിന് ഇന്നത്തത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അവിടെ ഓരോ സമയത്തും ഓരോ ടേസ്റ്റാണ്, ചില സമയത്ത് കൊള്ളില്ലായിരിക്കും. പിന്നെ വേറെ കുറച്ച് ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയത് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എൻ്റെ വികാരമായ കുപ്പിവളകൾ ഇരിക്കുന്നു. കുപ്പിവളകൾ എനിക്ക് അന്നും ഇന്നും ഭയങ്കരമായ വികാരമാണ്. അപ്പോൾ ഇല്ലാത്ത കളേഴ്സ് നോക്കി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലതൊക്കെ ഉള്ള കളേഴ്സ് തന്നെ വീണ്ടും വീണ്ടും ഞാൻ വാങ്ങിക്കുന്നുണ്ട്. അമ്മ എന്നെ വല്ലാണ്ടൊന്ന് നോക്കുമല്ലോ, സ്വാഭാവികം. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട വളകളൊക്കെ വാങ്ങി തിരിച്ച് ബസ് കയറാൻ വേണ്ടിയിട്ട് വേറെ 1-2 സാധനങ്ങളൊക്കെ വാങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോഴത്തേക്കും മണി 6:15 ഉള്ളൂ. 6:15 തന്നെ നല്ലോണം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അതെന്താണാവോ. അത് കഴിഞ്ഞ് നമ്മളിതാ ബസ്സൊക്കെ കിട്ടി, ബസ്സിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ ബസ് എടുത്തു. അപ്പോൾ ഈ ക്രിസ്മസ് സീസൺ ആകുമ്പോഴത്തേക്കും ഈ റോഡരിയിലുള്ള ഷോപ്പുകളെല്ലാം ഭയങ്കര അലങ്കാരമായിരിക്കും അല്ലേ, ലൈറ്റ്സിൻ്റെ. എനിക്ക് ഈ ലൈറ്റ്സൊക്കെ ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. നിങ്ങൾക്ക് അങ്ങനെയാണോ? എനിക്കങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടും ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുമ്പോൾ തന്നെ ഒരു ഹീലിംഗ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. നമ്മൾ വാങ്ങിയ സാധനങ്ങളെ പറ്റിയൊന്നും പറഞ്ഞില്ല. ഞാൻ ഈ വൈറ്റ് ഷോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ, 100 രൂപയായിരുന്നു. ആ സ്ട്രീറ്റിലുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്, 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ സാരി, ഇത് ഞാൻ സെലക്ട് ചെയ്ത സാരിയാണ് കേട്ടോ അമ്മയ്ക്ക്. അമ്മ ഇങ്ങനത്തെ കളേഴ്സൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷെ ഒരു വെറൈറ്റിക്ക് നമുക്ക് ഒന്ന് ഉടുത്ത് നോക്കാം അമ്മയെന്ന് പറഞ്ഞ് ഞാൻ അമ്മയെ കൊണ്ട് വാങ്ങിപ്പിച്ചൊരു സാരിയാണിത്. പക്ഷെ ഇതിന് മാച്ചായിട്ട് എനിക്ക് തോന്നി നല്ല വൈറ്റ് കളർ ഹക്കോബെ മെറ്റീരിയൽ ബ്ലൗസാണെങ്കിൽ അടിപൊളിയാണ്. എനിക്കങ്ങനെ നല്ല ചേർച്ച തോന്നി. പക്ഷെ അമ്മയ്ക്ക് അതിനോട് വൈറ്റ് കളർ ഹക്കോബെ താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഒരു സാരിയോടൊരു നീതി പുലർത്തുന്ന ഒരു ചെറിയ ഒരു ലൈറ്റ് ഷെയ്ഡ് കളറാണ് ബ്ലൗസായിട്ട് എടുത്തിരിക്കുന്നത്. അത് എത്രത്തോളം ഇതിന് മാച്ചിങ് ആണോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എങ്കിലും ഉടുത്ത് നോക്കുമ്പോൾ അറിയാം ഇതെങ്ങനെ സെറ്റ് ആകുമെന്ന്. അപ്പോൾ ഇത് ഈ ഒരു മെറ്റീരിയലാണ് എടുത്തത്. പിന്നെ അമ്മ സാറ്റിസ്ഫൈഡ് ആണ്, ഓക്കെയാണ്. പക്ഷേ എനിക്ക് വൈറ്റ് ഹക്കോബെ ബ്ലൗസ് മെറ്റീരിയലായിരുന്നു കുറച്ചുകൂടെ താല്പര്യം. പക്ഷെ അമ്മയ്ക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ അമ്മയുടെ ഇഷ്ടമല്ലേ നോക്കുന്നത്, അമ്മയല്ലേ ഉടുക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ അമ്മയ്ക്ക് വിട്ടുകൊടുത്തത്. എന്താകുമെന്ന് എനിക്കറിയത്തില്ല.
അപ്പോൾ ഇതാണ് എടുത്തത്. ഈ സാരി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ആ പ്രിൻറ്റും കാര്യം മറ്റേ ഇൻഡിഗോ സാരിയുടെയൊക്കെ ഒരു പ്രിൻറ്റ് പോലെ എനിക്ക് തോന്നി. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്തതാണ്. പിന്നെ അമ്മ സെലക്ട് ചെയ്തൊരു കോട്ടൻ്റെ ഒരു സാരിയാണ് കേട്ടോ ഇത്. ഇത് അമ്മയുടെ സെലക്ഷനാണ്. അങ്ങനെ ഈ ഒരു ബ്ലൂ ഷെയ്ഡുള്ളൊരു മജന്ത, ലൈറ്റ് മജന്ത ഒരു ഷെയ്ഡൊക്കെ ഉള്ളൊരു മജന്ത അല്ല, ഒരു ലൈറ്റ് റോസ്, അങ്ങനെ ഒരു കളറൊക്കെ ഉള്ളൊരു സാരി അമ്മ എടുത്തു. അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെടുത്ത സാരിയാണ് കേട്ടോ. അപ്പോൾ ഈ 2 സാരികളാണ് അമ്മയ്ക്ക് മെയിനായിട്ട് വാങ്ങിയത്. സാധാരണ അമ്മ അങ്ങനെ ഒന്നും വാങ്ങാറില്ല. അപ്പം ഇപ്രാവശ്യം എനിക്ക് വാങ്ങാൻ പോണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അമ്മയെ കൊണ്ട് ഞാൻ സാരി എടുപ്പിച്ചതാണ്. സാധാരണ അമ്മ ഒന്നും വാങ്ങാറില്ല. പിന്നെ ഈ സാരിയല്ല, കുറച്ച് കമ്മലുകൾ കൂടെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാരിക്ക് മാച്ചായിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലൂ കളറുള്ളൊരു കമ്മൽ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു കമ്മലെടുത്തു. പിന്നെ വേറെയും കുറച്ച് കമ്മലുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതൊരു ഗോൾഡ് കളറ് കല്ലൊക്കെ വെച്ചൊരു കമ്മലാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം 40 രൂപയുള്ള ആ ബംഗാളി ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കമ്മലുകളാണ്. പിന്നെ ഇതൊരു മെറൂൺ ഷെയ്ഡ് ഒരു കമ്മൽ. പിന്നെ ഇതൊരു പിങ്ക് ടൈപ്പ് ഒരു കമ്മൽ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത്രയും കമ്മൽ എടുത്തത് കൊണ്ട് ആ ചേട്ടൻ ഒരു ഫ്രീ ആയിട്ടൊരു കമ്മലൂടെ നമുക്ക് തന്നു. ഇതൊരു 20 രൂപയുടെ 10 രൂപയുടെ ഒരു കമ്മലാണെന്ന് തോന്നുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ് ഇത്രയും കമ്മൽ വാങ്ങിയതുകൊണ്ട്. പിന്നെ എനിക്കും കമ്മൽ വാങ്ങിയിട്ടുണ്ട്. ഞാൻ കമ്മൽ അങ്ങനെ വാങ്ങാതെ വരില്ലല്ലോ. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തൊരു കമ്മലാണ് കേട്ടോ. ഇത് അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. ഓരോന്ന് നോക്കിക്കൊണ്ടിരുന്ന കട മൊത്തം നമുക്ക് വാങ്ങാൻ തോന്നും. അതുകൊണ്ട് പിന്നെ വേഗം ഒരു കമ്മലെടുത്ത്. പിന്നെ ഞാൻ അധികം വാങ്ങാത്തൊരു ടൈപ്പ് ഒരു കമ്മലൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ജിമിക്ക് കമ്മലുകളോടാണ് എനിക്ക് കൂടുതലും താല്പര്യം. അതെന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ ഇങ്ങനൊരു ടൈപ്പ് ഒരു കമ്മലും കൂടെ അവിടെ കണ്ട്. ഞാനിത് ഇങ്ങനത്തെ ഒരു ഹാങ്ങിങ് ടൈപ്പ് അധികം വാങ്ങാറില്ല. പക്ഷേ ഇതെനിക്ക് കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പം വാങ്ങിച്ചേക്കാമെന്ന് കരുതിയിട്ട് വാങ്ങിയതാണ്. ഒരു മെറൂൺ കളറാണ് കേട്ടോ. ഇതിൽ കാണുമ്പോൾ ഒരു വൈൻ ഷെയ്ഡായിട്ടൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയ കുപ്പിവളകളാണ് കേട്ടോ. ഇത് ഒരു വയലറ്റ് കളറാണ്. ഇതിൽ ഫോണിൽ കാണുമ്പോൾ ഇതൊരു ബ്ലൂ ആയിട്ടാണോ തോന്നുന്നത് എനിക്കറിയത്തില്ല. നല്ല വയലറ്റ് കളറാണ്. അധികം ഞാൻ അങ്ങനെ കിട്ടാറില്ല ഈ കളറ്. പിന്നെ ഇതൊരു പർപ്പിൾ കളറാണ്. ഇത് ഫോണിൽ എടുക്കുമ്പോഴത്തേക്കും വേറെ പല കളറായിട്ടൊക്കെ തോന്നുന്നുണ്ടല്ലേ. പക്ഷേ ഇത് ശരിക്കും നല്ല പർപ്പിൾ ഒരു നല്ല കളറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കളർ. ഒരു വൈൻ കളറാണെന്നൊക്കെ വേണമെങ്കിൽ കുറച്ച് എക്സാക്റ്റ് പറഞ്ഞാൽ നല്ല വൈൻ കളറാണ്. പിന്നെ ഗ്രീൻ കളറ്, പച്ച കളർ കുപ്പിവള. ഇതെനിക്ക് ഓൾറെഡി ഉള്ളതാണ്. പിന്നെ ഞാൻ എന്തിനാണ് അത് വാങ്ങിയെന്ന് എനിക്കറിയണ്ട. ഇതും ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ്. ഇതൊരു മെറൂൺ ആണോ ഒരു ബ്രൗൺ ആണോ എന്ന് രണ്ടും കൂടെ എല്ലാം കൂടെ മിക്സായ ഒരു പ്രത്യേക ഒരു ഷേപ്പൊക്കെ ഉള്ളൊരു വള. അപ്പം എടുത്തു. പിന്നെ ഇതൊരു ബ്ലൂ ഷെയ്ഡാണ്. ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് കളർ കുപ്പിവളയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ആണെന്ന് തോന്നുന്നു ലാസ്റ്റായിട്ട് എടുത്തെന്ന് തോന്നുന്നു. ഇത്രയും വാങ്ങിയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു 5 സെറ്റായില്ലേ. ഇത്രയും കുപ്പിവള വാങ്ങി.